പടത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ അതൊരു സ്ഥിരം പാറ്റേണിലുള്ള ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നിയില്ല. നമ്മൾ ട്രെയിലറിൽ കണ്ടത് എന്താണോ അത് തന്നെയാണ് സിനിമ. ഒരു ഷാപ്പിൽ നടക്കുന്ന ഒരു കൊലപാതകം, അതിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ, പിന്നെ അവസാനം കില്ലർ ആരാണെന്ന് അറിയാനുള്ള ഒരു ഇത്, അതൊക്കെയാണ് അതിൻ്റെ സംഭവം. ഒരു ചെറിയൊരു സസ്പെൻസ് ത്രില്ലറാണ്. പക്ഷേ നമ്മൾ സ്ഥിരം കണ്ട പാറ്റേണിലുള്ള ഒരു മൂവി ആയിട്ടല്ല എനിക്ക് തോന്നിയത്. പിന്നെ എടുത്ത് പറയാനുള്ളത് പെർഫോമൻസുകളാണ്. ബേസിൽ ജോസഫ്, തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ബേസിൽ നമുക്കറിയാം. ഈ അടുത്ത് അഭിനയിച്ച എല്ലാ സിനിമകളും സൂപ്പർ ഹിറ്റുകളായിരുന്നു. പിന്നെ സൗബിനുണ്ട്. സൗബിൻ്റെ പെർഫോമൻസ് പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ചെമ്പൻ വിനോദ്, പിന്നെ വില്ലനായിട്ട് അഭിനയിച്ച ഒരു പുതിയ ആളുണ്ട്. അങ്ങനെ സിനിമയുടെ എടുത്തു പറയാവുന്ന പോസിറ്റീവുകൾ എന്ന് എനിക്ക് തോന്നിയത് അതിൻ്റെ സൗണ്ട് ഡിസൈനും എഡിറ്റിങ്ങും ഒക്കെയാണ്. അത് ആ പടത്തിന് വേറെ ലെവലിലേക്ക് എത്തിക്കുന്നുണ്ട്. പിന്നെ ആ ഷാപ്പ് സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു സെറ്റപ്പ്, അതുപോലെ മഴ, പുകയുള്ള സീനുകൾ, അങ്ങനെ മേക്കിംഗ് കൊണ്ട് വളരെ ടെക്നിക്കലി അടിപൊളിയായിട്ടാണ് പടം ചെയ്തിരിക്കുന്നത്. ചുരുക്കി പറയാനാണെങ്കിൽ കുറച്ച് കോമഡിയും സസ്പെൻസും കൂടിയ ഒരു ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ ഒരു വളരെ വലിയൊരു ബ്രഹ്മാണ്ഡ സിനിമ എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ഒരു ടെക്നിക്കലി ഗുഡായ, എന്നാൽ എഡിറ്റിംഗ് കൊണ്ടും ദൃശ്യഭംഗി കൊണ്ടും എല്ലാം മൊത്തത്തിലൊരു ടെക്നിക്കലി ഗ്ലിച്ചായ ഒരു സിനിമയാണ്. ക്ലൈമാക്സിനോട് എടുക്കുമ്പോൾ ഒരു ക്ലീഷേ ക്ലൈമാക്സ് നമ്മൾ പ്രതീക്ഷിക്കും. പക്ഷേ ആ ഒരു ക്ലീഷേ ആക്കാതെ അത് വേറൊരു രീതിയിലാണ് അവർ ക്രിയേറ്റ് ചെയ്തത്. പിന്നെ നമുക്കത് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വില്ലൻ ആരാണെന്നും കാര്യങ്ങളൊക്കെ. പക്ഷേ അത് അവസാനം വരെ നമ്മളെ ഇരുത്തുന്നത് എന്താ വെച്ചാൽ അതിൻ്റെ റീസൺ എന്താണ്, അങ്ങനത്തെ കാര്യങ്ങൾ അറിയാനുള്ള ഒരു സസ്പെൻസ് ഇതിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ സിനിമ എന്ന രീതിയിൽ ഒരു ആവറേജ് അനുഭവവും ടെക്നിക്കലി എബോവ് ആവറേജ് അനുഭവമാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ സിനിമ കണ്ടവർ അഭിപ്രായം പറയുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.